മാണി സാറിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. ഞാന് ശ്രീ കെ ആർ നാരായണന് ചിങ്ങവനത്ത് വന്നപ്പോൾ കുറെ ആളുകളെല്ലാം കൂടെ കൂടി ആരാ പ്രസംഗിക്കേണ്ടത്? ഞാൻ പറഞ്ഞു ശ്രീ മാണി സാറ് സ്വാഗത പ്രസംഗം പറയണമെന്ന് പറഞ്ഞു. അതെന്താ തിരുവനി അങ്ങനെ പറയാൻ കാരണം? അത് ഈ ക്നാനായ സമുദായത്തിന്റെ ഒത്തുകല്യാണത്തിന് കോഴിയുടെ തൊട കൊടുക്കുന്നത് ആർക്കാണെന്ന് വരെ സാറിനറിയാം. സാറ് അവിടെ നിന്ന് ഒത്തുകല്യാണത്തിന് സാറ് ക്നാനായ വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. ഈ തൊടയെക്കുറിച്ച് സാറ് വളരെ ആചാരമായിട്ട് സംസാരിക്കും അവരോട്, ഇതിന്റെ പ്രാധാന്യം സാറ് പറയും കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കും. സാറ് പറയും, ഇതാണ് ഒരുമ. ഒരു കോഴിയിൽ നിന്ന് ഈ വന്നിരിക്കുന്നവർക്ക് അതിന്റെ ഭാഗം കൊടുത്ത് നിങ്ങൾ ഒന്നാകുന്നു എന്ന് കാണിക്കുന്നതായ വലിയ പാരമ്പര്യമാണിത്. ഇത് വെറുതെ കോഴി ഇറച്ചി കൊടുക്കുന്നതല്ല, കോഴി തൊട കൊടുക്കുന്നതുമല്ല. ഇതിന്റെ ഈ പാരമ്പര്യത്തിന്റെ രഹസ്യം അതാണ്. നിങ്ങൾ ഒന്നാണ്. അതാണ് ശ്രീ കെ എം മാണി. അദ്ദേഹത്തിന് നമ്മുടെ ആരും നമ്മളെ കുറിച്ച് അറിയാവുള്ളെന്ന, അദ്ദേഹത്തിന് എല്ലാരെ കുറിച്ചും അറിയാം. അദ്ദേഹം എവിടെ ചെന്നാലും ഞാൻ കെ ആർ നാരായണൻ വന്നപ്പോൾ മാണി സാറ് തന്നെ ഇത് പറയണമെന്ന് വിചാരിച്ചു. കാരണം ക്നാനായക്കാരെ കുറിച്ച് ഏറ്റതുപോലെ മറ്റാരും പ്രസംഗിച്ചത് ഏറ്റില്ല. അവിടെ ചിലർ പറയല്ല, പ്രസംഗംകാർ അതിന് ഏറ്റില്ലെന്ന് പറയും, തെറിച്ചു പോയെന്ന് പറയും. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. ചിലപ്പോ ഒക്കത്തില്ല ഈ പ്രസംഗം. സാറിന്റെ പ്രസംഗം എപ്പോഴും ഒക്കും, അതാണ് വേറൊരു കുഴപ്പം. അവിടെ സാറിനോട് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. സാറിന്ന് ബുദ്ധിമുട്ടിയാ വന്നത്. സാറിന്റെ ഭാര്യ ആശുപത്രിയിലാണ്. ആശുപത്രിയുടെ അടുക്കെന്ന് എന്റേതായതുകൊണ്ടായിരിക്കും ചിലപ്പോ ഭാര്യ അനുവദിച്ചത് പോരാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോ അനുവദിക്കുകയില്ലായിരുന്നായിരിക്കും. അതുകൊണ്ടാണ് സാറിന് പുസ്തകം വായിക്കാനൊക്കെ സമയം കിട്ടാതെ പോയത്. ഭാര്യയെ വേദനിക്കുമ്പോൾ അടുക്കിയിരുന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ചുമതല ഇപ്പൊ കയ്യിലുണ്ട്. അതുമായിട്ടാ പുള്ളി ഇപ്പൊ ഇരിക്കുന്നിവിടെ. അതുകൊണ്ട് വേഗം പോവും. അവർ അന്വേഷിച്ചോണ്ടിരിക്കും വന്നോന്ന്. എന്നാലും സാർ ചിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ, സാറിന്റെ മുഖത്തോട്ട് നോക്കിയാൽ ചിരി കാണാൻ കേട്ടോ. സാറ് നമ്മുടെ ഒരു സുഹൃത്താണ്, സ്നേഹിതനാണ്, അഭ്യുതകാംക്ഷിയാണ്. എല്ലാ നന്മകളും നമുക്ക് നേരുന്നയാളാണ്. എല്ലാത്തിലും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. സാറിനും ഞാന് ശ്രീ നാരായണ പണിക്കർക്ക് കൊടുക്കുന്നത് പോലെയുള്ളതായ സ്വാഗതം കൊടുക്കട്ടെ നമ്മുടെ കൂട്ടത്തിലേക്ക്. എന്ന് വിളിച്ചാൽ ഇവർ രണ്ടുപേരും വരും. ഇനിയും കുറെ പേരുകളുണ്ട് ഇതുപോലെ നമ്മൾ വിളിച്ചാൽ വരുന്ന ആളുകളുണ്ട്. ഇന്നലെ കുറെ പേര് വന്നിരുന്നു, നാളെ കുറെ പേര് വരും. നമ്മുടെ ഈ വലിയ സമൂഹം, നിങ്ങൾ ഇതിന്റെ ശക്തി നിലനിർത്താനായിട്ട് ശ്രമിക്കണം. ഇതിന്റെ പാരമ്പര്യം നിലനിർത്താനായിട്ട് ശ്രമിക്കണം. ഇത് നിലനിൽക്കണം. ഇത് നിലനിൽക്കുന്നത് നമ്മുടെ ഇച്ഛാശക്തിയിലാണ്, നമ്മുടെ തീരുമാനങ്ങളിലാണ്, നമ്മുടെ ദർശനത്തിലാണ്. അത് നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുക. ദൈവം തമ്പുരാന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഈ സമൂഹത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ സന്തോഷമുണ്ട്. രണ്ട് പ്രശസ്തരായ ആളുകൾ വന്ന് പ്രസംഗിക്കുവാനിടയായി നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൃതജ്ഞതാ പ്രകാശത്തിനായി ശ്രീ ടി സി തോമസ് തോപ്പിൽ, വൈസ് പ്രസിഡന്റ് ക്നാനായ കോൺഗ്രസിനെ ക്ഷണിക്കുക. അഭിവന്ദനായ വലിയ മെത്രാപ്പോലീത്ത തിരുമേനി, അധ്യക്ഷൻ ശ്രീ പി കെ നാരായണ പണിക്കർ, ഉദ്ഘാടകൻ ശ്രീ കെ എം മാണി സാർ, ശ്രീ പുതുശ്ശേരി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, ക്നാനായ സമുദായത്തിലെ സ്നേഹമുള്ള വ്യക്തികളെ, അഭിമതനായ കിഴക്കിന്റെ വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനവും 1653ാമത് സിറിയൻ കുടിയേറ്റ വാർഷികത്തിന്റെ സമ്മേളനവും ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ നടക്കുന്നതായ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതായ വിശിഷ്ട വ്യക്തികൾക്ക് കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതായ കർത്തവ്യം. ക്നാനായ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തില്
എല്ലാ വർഷവും നടത്തുന്നതായ 3 ദിന പരിപാടികളിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു സദസ്സാണ് സാംസ്കാരിക സമ്മേളനം അല്ലെങ്കിൽ മതസൗഹാർദ്ദ സമ്മേളനം. ഇങ്ങനെയുള്ളതായ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സ്ഥിരമായ ഒരു പരിപാടികളാണ്. കേരളത്തിലെ അതിപ്രശസ്തരായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ അതിപ്രശസ്തരായ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്രകാരമുള്ളതായ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഈ മീറ്റിംഗില് അധ്യക്ഷത വഹിക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് NSSന്റെ സാരഥി ശ്രീ പി കെ നാരായണ പണിക്കരാണ്. യുഗപ്രഭാവനായിരുന്ന ശ്രീ മന്നത്ത് പത്മനാഭന്റെ ആശയ സാഫല്യത്തിനു വേണ്ടി അക്ഷീണമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ വക്താവ് എന്നുള്ള നിലയിൽ ജ്ഞാനായ സമുദായവുമായി അഭേദ്യമായ ബന്ധമുള്ള കാലാകാലങ്ങളിൽ NSSന്റെ നേതൃത്വങ്ങളിൽ വന്നിരുന്നതായ വ്യക്തികളൊക്കെ തന്നെ ജ്ഞാനായ സമുദായവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ശ്രീ നാരായണ പണിക്കർക്ക് അഭിമന്യ തിരുമേനിയുമായും ജ്ഞാനായ സമുദായത്തിൽ മറ്റ് ഇതര വ്യക്തികളുമായിട്ടുള്ളതായ വളരെയധികം ബന്ധങ്ങളുണ്ട്. വളരെ തിരക്കേറിയതായ പരിപാടികൾ ഉണ്ടായിട്ട് പോലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ച് ഒരു നല്ല പ്രഭാഷണം നടത്തി നമ്മളെ അനുഗ്രഹിച്ച ശ്രീമാൻ നാരായണ പണിക്കരോടുള്ളതായ ജ്ഞാനായ കോൺഗ്രസിന്റെ പേരിലുള്ളതായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന സമ്മേളനം നടത്തുന്നത് ശ്രീ കെ എം മാണി MLA ആണ്. കേരള രാഷ്ട്രീയത്തിലെ ഊർജ്ജസ്വലനായ രാഷ്ട്രീയ നേതാവ്, അധ്വാന വർഗത്തിന്റെ പടത്തലവൻ എന്ന് അറിയപ്പെടുന്നതായ ശ്രീമാൻ കെ എം മാണി ഉജ്ജ്വലമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മികച്ചതായ ഭരണാധികാരിയാണ്. കഴിവുറ്റ മന്ത്രി എന്നുള്ള നിലയായ പേരെടുത്തിട്ടുള്ള ശ്രീ കെ എം മാണി സാറിന്റെ അനർഗളമായ സംസാര രീതി നമ്മളിവിടെ കാണുകയുണ്ടായി. ആയതൊരു സദസ്സിനെയും തന്റെ സ്വതസിദ്ധമായ വാഗ്ദാനങ്ങൾ കൂടെ കയ്യിലെടുക്കുന്നതിനുള്ളതായ മാണി സാറിന്റെ അനിതസാധാരണമായ കഴിവിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ വ്യക്തിപരമായിട്ടുള്ളതായ പല ധൃതികൾ ഉണ്ടായിട്ട് പോലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അഭിമന്യ തിരുമേനിയുടെ ഈ പൗരോഹിത്യ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ചുള്ളതായ ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നതിനു വേണ്ടിയും ഇവിടെ കടന്നു വന്ന കെ എം മാണി സാറിനോടുള്ളതായ കൃതജ്ഞത ജ്ഞാനായ കോൺഗ്രസിന്റെ നാമത്തിൽ ഞാൻ ഇവിടെ അനുവദിക്കുന്നു. അടുത്തതായി ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയത് പ്രൊഫസർ എബ്രഹാം മൈലയാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യത്തിൽ പൊതിഞ്ഞിട്ടുള്ളതായ രത്ന കലികളുടെ വാരി വിതറുകയുണ്ടായി. വളരെയധികം നല്ല രീതിയിലുള്ള ഒരു സംഭാഷണ രീതി നടത്തുകൊണ്ട് ഈ സദസ്സിനെ കയ്യിലെടുക്കുന്നതിന് പ്രൊഫസർ എബ്രഹാം മൈലയ്ക്ക് സാധിച്ചു. ജ്ഞാനായ സമുദായത്തിന്റെ ചരിത്രത്തെ വിസ്മരിക്കാൻ പാടില്ലാത്തതായ ധീരമായ നേതൃത്വങ്ങൾ കൊടുത്തിട്ടുള്ള വയലായി ഇടുക്കൽ അച്ചായന്റെ സീമന്തപുത്രനായ പ്രൊഫസർ വയലായി എബ്രഹാമിനെ ഈ വേദിയിൽ എത്തിച്ചേരുകയും ഒരു നല്ല പ്രഭാഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിനുള്ളതായ കൃതജ്ഞതയും ജ്ഞാനായ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഞാൻ ഇവിടെ നടത്തുകയാണ്. ശ്രീ അഭിമന്യനായ തിരുമേനിയാണ് കഴിഞ്ഞ 50 വർഷ കാലഘട്ടമായിട്ട് ജ്ഞാനായ സമുദായത്തിന് ആധ്യാത്മികമായ നേതൃത്വം കൊടുത്തുകൊണ്ട് നിസ്തലവും സുദീർഘവും സാഹചര്യവുമായ സേവനത്തിലൂടെ ജ്ഞാനായ സമുദായത്തെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചതായ അഭിമന്യ തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണ്. സമുദായത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ അടിത്തറകൾ ഉറപ്പിക്കുന്നതിന് അഭിമന്യ തിരുമേനിക്ക് സാധിച്ചു. ജ്ഞാനായ സമുദായത്തിന്റെ ഐക്യത്തിന്റെ അച്ചുതണ്ടാണ് അഭിമന്യ തിരുമേനി. ആധുനിക ജ്ഞാനായ സമുദായത്തിന്റെ ശില്പി എന്നുള്ള നിലയിൽ തിരുമേനി സമുദായത്തിൽ നടക്കിയിട്ടുള്ളതായ നിസ്തുലമായ സേവനങ്ങളെ ജ്ഞാനായ സമുദായ ചരിത്രത്തിലെ എന്നും സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുന്ന വെട്ടിത്തിളങ്ങുന്ന അധ്യായമായി നിലനിൽക്കുമെന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. ഈ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾ സംഘാടകർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അത് പ്രോത്സാഹനങ്ങളും നൽകിയ അഭിമന്യ തിരുമേനി ഈ വേദിയിലെത്തി ആശീർവദിക്കുകയുണ്ടായി നമ്മളെ എല്ലാവരെയും. അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ട് വേദി ഇന്ന് ധന്യമായിരിക്കുകയാണ്. ഇവിടെ എഴുന്നള്ളുകയും നമ്മളോട് പ്രഭാഷണം നടത്തുകയും ചെയ്ത അഭിമന്യനായ കിഴക്കിന്റെ വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയോടുള്ളതായ നിസ്സീമമായ കൃതജ്ഞതയെ ജ്ഞാനായ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഞാനിവിടെ അർപ്പിച്ചുകൊള്ളുന്നു. ജ്ഞാനായ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ റവറന്റ് ഫാദർ റോയി മാത്യൂസ്, ജ്ഞാനായ സഭാ സെക്രട്ടറി ശ്രീ ഏലിയ സക്കറിയ, സഭാ ട്രസ്റ്റി ശ്രീ തമ്പിഫിലി പള്ളത്തറ, ജ്ഞാനായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശ്രീ സാബു തോട്ടങ്കൽ, ജ്ഞാനായ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ഡയസ് എടുക്കള, മറ്റേ ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ ബിജു പൊഴുക്കുന്നേൽ, അതുപോലെ തന്നെ ജ്ഞാനായ കോൺഗ്രസ് ട്രഷറർ ജെയിംസ് ജേക്കബ് ബലങ്കമ്പാറ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് ബഹുമാന്യരായ വ്യക്തികളെ, അതുപോലെ തന്നെ ശ്രീ ജോസഫ് എം പുതുശ്ശേരി അപ്രതീക്ഷിതമായിട്ട് മാനസാറിന്റെ കൂടെ ഇവിടെ കടന്നു വരികയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം പുതുശ്ശേരിയുമായി വളരെയധികം വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. എന്റെ സഹപാഠി കൂടിയായ ശ്രീമാൻ ജോസഫ് പുതുശ്ശേരി ജ്ഞാനായക്കാരുടെ ഏതൊരാവശ്യങ്ങൾക്കും ഏതൊരു വേദിയിലും പ്രത്യക്ഷപ്പെട്ട് ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ശ്രീമാൻ ജോസഫ് പുതുശ്ശേരിയോട് ജ്ഞാനായ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലുള്ളതായ നന്ദിയെ ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഈ മീറ്റിംഗ് വിജയപ്രദമാക്കുന്നതിന് വേണ്ടി
എത്തിയിരിക്കുന്ന ഈ ബഹുമാന്യരായ വൈദികരെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ, വിദ്യാർത്ഥിനികളെ തുടങ്ങിയ എല്ലാ ആളുകളോടുമുള്ളതായ നന്ദിയെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യം നിർവഹിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.